സുഭാഷിൻ്റെ ഉപദേശം കേട്ട് സുധി പുറത്തു വന്നിരിക്കുമ്പോൾ അച്ഛൻ കളിയാക്കി ഓരോ പാട്ട് പാടുകയാണ്. സുധിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരും. നികേഷ് വന്ന് നിധിയെ സ്കൂട്ടർ പഠിക്കാൻ വിളിക്കും. നിധി ചോദിക്കും, എന്നെക്കൊണ്ട് പറ്റുവാടാ. നികേഷ് പറയും, ഏട്ടത്തി വാ. നികേഷ് സുധിയോട് പറയും, ഏട്ടാ ഞങ്ങൾ വണ്ടി പഠിക്കാൻ പോവാണേ. സുധി ഒരു ദയനീയ ഭാഗത്തിൽ നിധി, പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല. സുധി പറയും, വണ്ടി വാങ്ങാൻ ഞാൻ, പഠിപ്പിക്കാൻ അനിയൻ മതി. നികേഷിനെ പിറകിലിരുത്തി നിധി മുറ്റത്തുകൂടെ സ്കൂട്ടർ ഓടിക്കുകയാണ്. ഇത് കണ്ടിട്ട് അച്ഛൻ കൈയടിക്കും. എന്നിട്ട് പറയും, സൂപ്പർ. സുഭാഷും നിധിയെ അഭിനന്ദിക്കും. നികേഷ് പറയും, ഏടത്തി ഇനി ഗേറ്റ് വരെ ഒന്ന് തനിച്ച് പോയി വന്നേ. നിധി ഗേറ്റിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോവാണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്താൻ നേരത്ത് ഒന്ന് വീഴാൻ പോകും ജസ്റ്റ്. ഇത് കാണുമ്പോൾ സുധി ഓടി ചെല്ലും. പക്ഷേ നിധി വീഴുന്നൊന്നുമില്ല. നിധി നിർത്തും. സുധി പറയും, നിധി ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. നിധി പറയും, സുധീഷ് ഒന്ന് പോയേ, ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം. ഇത് കേട്ടിട്ട് സുധീഷ് നാണം കെട്ട് തിരിച്ചു പോരുകയാണ്. അച്ഛൻ സുധീഷിനെ കളിയാക്കി ഒരു പാട്ട് പാടും. നിധി സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ ഹരീഷ് അങ്ങോട്ട് വരികയാണ്. ഹരീഷ് പറയും, ആഹാ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചല്ലോ. നികേഷും ഓടിക്കുന്നതൊക്കെ കറക്റ്റാണോ ഹരീഷ് ചേട്ടാ? ആ കുഴപ്പമില്ല, ചെറിയൊരു ആട്ടമുണ്ട്, അതേ പ്രശ്നമുള്ളൂ. നിധി പറയും, ഓടിക്കുമ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഓടിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. നികേഷ് പറയും, എന്നാലും ഇത്ര പെട്ടെന്ന് ഓടിക്കാൻ പഠിച്ചല്ലോ, അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. നിധിയോട് ഒരു റൗണ്ട് കൂടി പോയി വരാൻ പറയും. നിധി ഒരു റൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ചാന്ദിനി വീട്ടിലേക്ക് വരുന്നുണ്ട്. നിധി ചാന്ദിനിയോട് സംസാരിക്കുകയാണ്. സുഭാഷ് വീട്ടിലുള്ളവരെയൊക്കെ ചാന്ദിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ചാന്ദിനി ചോദിക്കുന്നതാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധീഷിൻ്റെ ഇഷ്ടത്തിനൊക്കെ തർജ്ജമ ചെയ്ത് കൊടുക്കും. ചാന്ദിനി വന്ന് അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ നന്നായിട്ട് ഹിന്ദിയിൽ തിരിച്ച് സംസാരിക്കും. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നും. ചാന്ദിനി പറയും, നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ടല്ലോ. അച്ഛൻ പറയും, ഞാൻ കുറേ കാലം പുറത്ത് ലോറി ഓടിച്ച് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറേ ഭാഷകളൊക്കെ എനിക്കറിയാം. സുധി നമുക്ക് അകത്ത് പോകാമെന്ന് ചാന്ദിനിയോട് ഹിന്ദിയിൽ പറയുമ്പോൾ ചാന്ദിനിയൊക്കെ എന്ത്? അച്ഛൻ സുധിയെ കളിക്കും. എടാ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നാ. അച്ഛൻ കറക്റ്റായിട്ട് ചാന്ദിനിയോട് പറഞ്ഞു കൊടുക്കും. അകത്ത് ചെന്നിട്ട് അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിധി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചാന്ദിനിക്ക് കൊടുക്കും. സുഭാഷ് പറയും, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. നിധി പറയും, ഞാനും സഹായിക്കാൻ വരാം. അവർ പോയി കഴിയുമ്പോൾ നികേഷ് ചാന്ദിനിയോട് സംസാരിക്കും. കൂടെ തന്നെ ഹരീഷും ഉണ്ട്. നികേഷ് ചാന്ദിനിയോട് പറയും, ഞാൻ കുറച്ച് മലയാളം പഠിപ്പിച്ചു തരാം. കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നികേഷ് പറയും, അച്ഛനിട്ടൊരു പണി കൊടുക്കാം. അച്ഛനോട് പോയിട്ട് ചോദിക്കാൻ ഒരു ചോദ്യം ചാന്ദിനിയെ പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ചാന്ദിനിയോട് പറയും, അച്ഛന് സുഖമാണോ എന്ന അർത്ഥം. അച്ഛാ നീ ഒരു വിളക്കെണ്ണ. ചാന്ദിനി അത് പഠിച്ചെടുക്കും. ഹരീഷ് ചോദിക്കും, ഇത് വേണോടാ. നികേഷ് പറയും, ഇതൊക്കെ ഒരു രസമല്ലേ. ചാന്ദിനി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറയാണ്. അച്ഛനത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അച്ഛൻ ചോദിക്കും, മലയാളം അറിയാമല്ലേ നിനക്ക്? അച്ഛൻ അവളോട് ചൂടാകുമ്പോൾ അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അച്ഛൻ പറയും, അതിൻ്റെ അർത്ഥം അതല്ല. ശരിക്കുള്ള കാര്യം അച്ഛൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടിട്ട് ചാന്ദിനി നികേഷിനെ നോക്കുകയാണ്. സുഭാഷ് നികേഷിനോട് പറയും, നീ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്താ അവളെ എല്ലാ സന്ദർഭത്തിലും ഉപയോഗിക്കുന്ന ഓർക്കണമായിരുന്നു നീ. ചാന്ദിനി നികേഷിനോട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. സുധീഷ് പോയിട്ട് തോമസ് ഏട്ടനോട് സംസാരിക്കുകയാണ്. തോമസ് ഏട്ടൻ പറയും, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെയും ജോലിക്ക് വരാമല്ലോ. സുധി പറയും, എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല, അവരത് വാങ്ങി വെച്ചതല്ലേ ഉള്ളൂ. നമ്മൾ വീട്ടിലൊക്കെ വെറുതെ വെക്കില്ലേ, അതുപോലെ. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടല്ലോ, അത് വെച്ച് എനിക്ക് വണ്ടി ഓടിക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ ആരാ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്നത്? തോമസ് ഏട്ടൻ പറയും, സുധീഷേ, ട്രാവൽസിലെല്ലാവർക്കും ഞാൻ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നതെന്ന് ഒരു പരാതി ഉണ്ട് ഇപ്പോൾ തന്നെ. നീ ഈ സമയത്ത് അങ്ങോട്ട് ജോലിക്ക് വന്നാൽ അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും. വെറുതെ എന്തിനാ ഇനിയും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്? അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി. വീട്ടിൽ അവരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിധി ചോദിക്കും, സുധി വന്നില്ലല്ലോ. സുഭാഷ് പറയും, സുധീഷ് ഇപ്പോൾ വരും. നിധി ഹരീഷിനോട് ചോദിക്കും, ഹരീഷേ സ്കൂട്ടറിന് എത്ര കാശായി? ഹരീഷ് പറയും, അതൊക്കെ സുധീഷ് ഏട്ടനെ അറിയൂ, നിൻ്റെ കെയർ ഓഫിലല്ലേ വണ്ടി വാങ്ങിച്ചത്. സുഭാഷ് പറയും, അതിൻ്റെ കാശ് പറഞ്ഞാൽ സുധീഷ് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ ശരിയാക്കും. മോള് തന്നെ അവനോട് നേരിട്ട് ചോദിച്ചോ, അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നിധി പറയും, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ എത്ര കാശ് ചിലവാക്കുന്നത്. സുഭാഷ് ഏട്ടൻ എന്താ ഒരു വണ്ടി വാങ്ങാത്തത്? സുഭാഷ് ചോദിക്കും, എനിക്കെന്തിനാ മോളെ വണ്ടി? ഇനി ഈ വീട്ടിൽ വണ്ടി വാങ്ങാൻ പോകുന്നത് ഇവനാ. നികേഷ് ചോദിക്കും, അതെന്താണാവോ? അടുത്ത പിറന്നാളിന്. അത് കേൾക്കുമ്പോൾ നികേഷിന് സന്തോഷമാവും. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് ആകെ ടെൻഷനായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത്.